ഒരു അരമണിക്കൂർ നിക്കണം, പോണം നിക്കണം പറഞ്ഞ ഒരമണിക്കൂർ നിക്കട്ടെ. പൈസ വേണം, പൈസ വേണം. ഹലോ ഗൈസ്, അപ്പൊ ഇന്നത്തെ വ്ലോഗ് ആരംഭിക്കുകയാണ്. ഇന്നത്തെ വിശേഷം എങ്ങനെയൊക്കെയാ നമുക്ക് നോക്കാം. നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. ഓക്കെ, ആദ്യം ഷൂ എടുത്തോ. ചുട്ടിനെ കാണിച്ചോട്ടെ. ായിട്ട് മദ്രസിലേക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഞാൻ 6 മണിക്ക് പോയാ ഓള് 6 മണിക്ക് ഇറങ്ങും. 1 മണിക്കൂർ അവിടെ കളിക്കാം അല്ലേ? അതാ വേറെ ആള് വരുന്നുണ്ട്, കാണിച്ചറാം. വരണ്ടല്ലോ, വേഗം പോയിക്കോ, ഏറല്ല. ഇതാ അവിടെ വർത്തമാനം ഇവിടെ എത്തണമെങ്കിൽ എന്റെ കയ്യിൽ തന്നെ ഞാന് അതെ ഇവിടെ നിന്നാണ്ട് ഇങ്ങനെ അപ്പം മൂപ്പരെ കൈമാറിയാണ്ട് ഫോണിൽ തൊട്ടേക്കാണ് ഇത്ര പോയി. പടിയാണ് ഇങ്ങനെ ഇങ്ങനെ ഞാൻ സംസാരിക്കുമ്പോ എങ്ങനെയാക്കും സംഭവം അബീബിനോട് സംസാരിച്ചതാണ്. എങ്ങനെയാണ് ഫോൺ എങ്ങനെ ചാടിയത്? എപ്പോഴും പറയുന്നത് എന്താ അറിയോ, ഹബീബിന് കുറച്ച് ബുദ്ധിച്ച് കുറച്ച് പൈസയും അത് രണ്ടും ഉണ്ടാവില്ല. അത് രണ്ടും ഉണ്ടാവില്ല, പടച്ച നമ്മളെ പരീക്ഷിക്കണം. പൊന്നാറ സഖാർക്ക് പൈസ അല്ലേ, ആർക്ക് പൈസ അല്ലേ? അംജദാ റസാഖാരുടെ രണ്ടാമത്തെ പ്രതീക്ഷ അംജനല്ല ബുദ്ധിയ അംജനാണേ. വേവാ വേവാ എന്ത് ഭയങ്കര ചർച്ചയാണ്. വേവാ വേവാണ് മറ്റേ രാജാവ് അസാനിക്കണ കാലൊക്കെ വന്നിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇജോടൊക്കെ പോയിന ബീവ ഞാനവിടെ പീസ് കൊണ്ട് ഇടും. ഈ അമ്മക്ക് അതിലേറെ വലിയ വളവുണ്ട്, അവിടെ കൂക്കും. എവിടെ പോണിന്നുണ്ട് മൂപ്പരത് ഇപ്പൊ മൂപ്പര് ടെൻഷനിലാണ്. എന്തപ്പോ ചെയ്യാ 10,000 പോയതിന്റെ ടെൻഷനിലാണ്. അല്ല അബീബ, എന്റെ ഗൂഗിൾ പേക്ക് വിട്ട പൈസ എത്തിയോ? അത് ഇന്നലെ എന്നാ എത്തിക്കണ ഇന്നലെ അള്ളപ്പാ, നിന്നിട്ട് ചിഞ്ഞോട് ആ പൈസ എത്തിയില്ല പറഞ്ഞാണ്ട് പിന്നെയും പൈസ വാങ്ങിക്കൊണ്ടേത്. അതാണ് കോമഡി വെക്കണോ? നിങ്ങൾ എന്നോട് ഇങ്ങനെ പറയല്ലേ, അപ്പൊ ഞാന് ഗൂഗിൾ പേ നോക്കൂല. എന്നിട്ട് ഞങ്ങളോട് പറയല് എന്ത് വിറോസാക്ക ഇങ്ങനെ എത്തിക്കണെന്ന്. പക്ഷെ ഞാനത് നോക്കിയിട്ടില്ല. അപ്പൊ ഇജത് നോക്കിയില്ല നോക്കണ്ടേ? അപ്പൊ ഞാനോട് ഇങ്ങനെ എത്തി വെച്ചില്ലേ, വെറുതെ പൈസ പോയി പറഞ്ഞാണ്ട് കംപ്ലൈന്റ്. വേറെ വിഷയം കോമഡി പീസ് ഉണ്ടായി കഴിഞ്ഞാൽ അത് ക്ലിക്കോ ഉറപ്പാണ്, സംശയമില്ലാത്ത കാര്യം. ഹബീബ് ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ മതി. ഹബീബ് എന്നാ തന്നെ മില്യൺ ഓഫ് മില്യൺ അടിക്കും. വീഡിയോ ഓഫാക്കണ കോമഡിയാണ്. പൈസ ആരെന്താ പൈസ കുടുങ്ങ സഖ? നമ്മളത് തന്നെ വിട്ടാലേ ഉടായിപ്പാ നമ്മളെ പൈസ എത്തിയാൽ അതിലിപ്പോ വേറെന്നുണ്ട്, അതിൽ പൈസ എത്തിയാൽ മതി അറിയാം. അത് കൊടുങ്ങല് ഞാനേക്കാരം, ഞാനല്ല കൊണ്ടേ ഇവന്റെ പൈസ നോക്കാൻ ഞാൻ എവിടെ അങ്ങോട്ട് പോയാ ഞാൻ അവിടെ പോയ ഫുള്ള് താറുമുറിങ്ങനെ കിട്ടും. അങ്ങനെ ചെറുതങ്ങനെ ചെയ്തു. ഇവന്റെ കഥയാണ്. ഇല്ല കേസ് മൊത്തം എന്റെ എത്തിക്കിടുക. ഇല്ലെങ്കിൽ ഇല്ലാന്ന് നീ പറയും, ഞാൻ ഇപ്പൊ പറഞ്ഞതിന് ഉത്തരം പറഞ്ഞിട്ട് പോകും. ഇല്ലെങ്കിൽ ഇല്ലാന്ന് നീ പറയും. ഒരു എരനെ വേണ്ടടാ, ഒരു എരണ്ട വേണ്ടത് കാട്ടറിയോ? അബീബ അവിടെ പോകും. എന്നിട്ട് ഈ അടുത്ത് പോയാലാണ് പൈസ കുറച്ച് തരണം. അത് ഈ കൊല്ലിച്ച് കൊട്ടി ഒരു അരമണിക്കൂർ നിക്കണം, പോണം നിക്കണം പറഞ്ഞ ഒരമണിക്കൂർ നിക്കട്ടെ. പൈസ വേണം, പൈസ വേണം.
ഇത് നിക്കാതെ കിളിങ്ങിട്ടാണ് പറഞ്ഞത് ആൾക്കാരോ. വർത്താൻ പറഞ്ഞ തത്തനല്ലോ, അതിനെ കൊടുത്ത ചെറിയ സമാധാനം ഉണ്ടാവും. അതുമില്ല. ഇത് മറ്റേ റസായൊക്കെ മറ്റേ ഞാൻ ഒരു കോമഡി ആക്കണോ ഇവിടെ നിൽക്കുമ്പോ ചിരിച്ചോർമ്മ ആദ്യം പാന്റ് ഒന്ന് മര്യാദ എടുക്ക്. പാവാട എടുക്കണ മാതിരി. അതിന് അന്റെ പാന്റ് അന്റെ പാന്റില്ല ചടിച്ച് ഇതെങ്ങനെ എടുക്കണപ്പം കല്ല് തുണി എടുക്കുമ്പോ ഇങ്ങനെ മടക്കുത്തിയാണ് ഞാൻ പണിക്കുന്നല്ലേ. പണിക്കൊരു മണി വൃത്തിക്കണം. അല്ല അബീബിന് ആവശ്യം ഉണ്ടെങ്കിൽ സ്കൂട്ടിയിൽ ഓനെ ഡ്രസ്സിന് മാറ്റലുണ്ട്. എന്റെ സ്കൂട്ടി ഇറങ്ങുന്ന നല്ല ഡ്രസ് ഉണ്ട്. എനിക്ക് അങ്ങനെ വിഷയമുണ്ട്. വിഷയം അല്ലാ എന്തെങ്കിലും പറ്റിച്ചു മുമ്പ് അഞ്ചാം ശരിയൊക്കെ കിട്ടിയിട്ടില്ല. ആൾട്രേ ആ സാംസങ് 25 ആണ് അബീബിന്റെ കൈയാട്ടലിൽ ചാടിയത്. എന്നോടൊരു കാര്യം പറഞ്ഞതാ, ഈ കാണുന്ന ഫോണിലെ കേസ് 4 കറക്കം അബീബ് കയ്യും കാലിട്ട് അടിച്ചാണ്ട് 10 മീറ്റർ അപ്പുറത്ത് ആ ഫോണുമ്പോ അവന്റെ കൈ തട്ടി. തിരിച്ചോളി ആയുസ് വർദ്ധിക്കും പറഞ്ഞേ. ആഴ്ച ഛർദിക്കണല്ല, കൂടുതൽ ചിരിച്ചു കഴിഞ്ഞാല് കുറച്ച് കാര്യമൊക്കെ അങ്ങനെയുണ്ടോ? അങ്ങനെ കൂടുതൽ ചിരിക്കാൻ പാടില്ല. ചിരിച്ചു കഴിഞ്ഞാൽ അന്ന് നമ്മൾ കാര്യം. അത് ചിരിക്കാത്തവരാണ്. ഇത് എപ്പോഴും ചിരിച്ച മനസ്സിൽ ഫുൾ ടൈം ചിരിച്ചാണെങ്കിൽ പിന്നെ കാര്യം. അങ്ങനെയാണ് എനിക്ക് എന്തോ കരച്ചിട്ട് വരേണ്ടി. ചെത്ത കണക്കൂട്ടേ അങ്ങനെ വേറെ കോമഡി ഉണ്ട്. കണക്കൂട്ടേ എങ്ങനെ പിരിച്ചു വിടും ഇനി പൈസ ഒട്ടാതൊക്കെ എന്താ മാർഗം കാൽക്കൂട്ടറാണ് നടത്തത്. ഇവിടെ പൈസ ഒട്ടരുത്. അത്രേ ഉള്ളൂ. രാത്രി അങ്ങോട്ടില്ലേലും മഴ അങ്ങോട്ട് ഒട്ടരുത്. അത്രേ ഉള്ളൂ. വ്യാഴ്ച നമ്മ കൂടിയിട്ടണം. അത് പരുന്താണ്. ഇനി വേറെ കോമഡി ആക്കണോ? സാക്ക് നമ്മളവിടെ DJ പരിപാടി ഇല്ലേനോ ജയിച്ചേന്റെ? ഹബീബ് റഹ്മാൻ മാനേജർ വണ്ടിത്തെ കാര്യമുണ്ട് ഗൈസ്. ഞാൻ എന്തെല്ലാം സംഭവിക്കുന്നുള്ളത് പഠിച്ചോനറിയാം. ഇപ്പൊ മാനേജർ ഞാനാണോ ഓനാണോ മാനേജർ എന്നുള്ള ഇപ്പൊ അറിയാത്ത കണ്ടീഷനായി. ഇന്നത്തെ കണി കണ്ടത് ആരാണാവോ? ഇന്ന് രാവിലെ മുതൽ അങ്കപ്പെട്ടല അല്ലേ? നല്ല ചൂടാട്ടോ. ഇപ്പൊ സമയം 2 മണി കഴിഞ്ഞ് 33 മിനിറ്റായേ. ആ സമയത്താണ് നമ്മളെ വീഡിയോസ് എടുക്കുന്നത്. ഞാൻ അബീബിനെ ഇന്ന് കാണാനാവല്ലോ. പോട്ടെ, മുങ്ങണ് ഇന്ന് കാണാനാവല്ലോ. കണ്ടത് മതി. ഓക്കെ ഗൈസ്. ഹലോ ഗൈസ്, മലപ്പുറം പൂച്ച മതി. പൂച്ച കണ്ടു പോകണ്ടോ? എന്ത് ചെയ്യാനാ? സമയം പെട്ടുപോയി.